നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാന സർക്കാരും CPM-ഉം നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി രാജിവെച്ചതായ അഡ്വക്കേറ്റ് BN ഹസ്ക ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് CPM താക്കീത് നൽകിയതിന് പിന്നാലെയാണ് അസ്കറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, അഡ്വക്കേറ്റ് BN അസ്കറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇനി അദ്ദേഹത്തിന് ഇടതുപക്ഷ നിരീക്ഷകൻ പദവി വേണ്ട, അതേസമയം രാഷ്ട്രീയ നിരീക്ഷകനായി തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അസ്കറുമായി നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു. അസ്കർ എന്താണ് പറയുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസമടക്കം ഹസ്കർ നമ്മളോട് പ്രതികരിച്ചതാണ്. അതായത് അദ്ദേഹം ചാനൽ ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതായത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം ചാനൽ ചർച്ചയിൽ ഒരു വാക്ക് പറയുകയുണ്ടായി. അതായത് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിമർശിച്ചത്. എന്നാൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി യോഗത്തിൽ ഈ ഹസ്കറിനെ അവിടെ വെച്ച് തന്നെ പാർട്ടി നേതാക്കൾ വിമർശിച്ചിരുന്നു. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഇനി ആവർത്തിക്കരുത് എന്നുള്ള താക്കീത് നൽകി. ഇതിനു പിന്നാലെയാണ് പരിഹാസ രൂപേണ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. അതായത് താൻ രാജിവെച്ചിരിക്കുന്നു, സംസ്ഥാന സർക്കാരും പാർട്ടി നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചു, ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു, ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു, ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു, ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാനിനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതിനുശേഷം പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ എന്നുള്ള വാക്യം കൂടി അദ്ദേഹം പരിഹാസ രൂപേണ കുറിച്ചിട്ടുണ്ട്. എന്തായാലും പാർട്ടിയുടെ ഒരു താക്കീത് ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു താക്കീതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് കൂടെ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ വിമർശിച്ചത് കൊണ്ടാണ് പാർട്ടിയുടെ തലത്തിൽ നിന്നും, അതായത് നേതൃസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു താക്കീത്, അതായത് ഒരു അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള K സോമപ്രസാദ് ഈ ഹസ്കറിനെ താക്കീത് ചെയ്തിരുന്നു. ഇടതു നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും താൻ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് വ്യക്തമാക്കിയത്. ഈ ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം അദ്ദേഹം ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞിരുന്നു. എന്തായാലും ഇങ്ങനെ വിമർശിക്കുന്നവർക്ക് പിന്നീട് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ആ മുന്നറിയിപ്പിലൂടെ തന്നെ നമുക്ക് മനസ്സിലായത്. അതിനെ വീണ്ടും പരിഹാസ രൂപേണ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും അഡ്വക്കേറ്റ് BN ഹസ്കർ കുറിച്ചിട്ടുള്ളത്. താക്കീത് നൽകിയതിന് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് BN ഹസ്ക. സംസ്ഥാന സർക്കാരും CPM-ഉം നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി രാജിവെച്ചതായി ഹസ്ക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രി വിമർശിച്ചതിന് CPM താക്കീത് നൽകിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.